സ്നേഹിക്കുക എന്നത് അത് സ്നേഹം പ്രകടമാക്കണം. സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്നേഹം പ്രകടമാക്കണം അല്ലേ? പ്രകടമാക്കുമ്പോഴാണ് അത് സ്നേഹം ഉണ്ടാവുക. നബിതങ്ങൾ എങ്ങനെയാണ് മഹബത്ത് കൊടുക്കുക? 1499 ജന്മദിനമല്ലേ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 1400-ലധികം വർഷം കഴിഞ്ഞില്ലേ? ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എത്രയോ വ്യത്യാസമില്ലേ? പിന്നെ എങ്ങനെയാണ് എനിക്ക് സ്നേഹിക്കാൻ കഴിയുക? സ്നേഹിക്കണമെങ്കിൽ ഫോട്ടോ ആവശ്യമില്ല, സ്നേഹിക്കണമെങ്കിൽ കാഴ്ച ആവശ്യമില്ല, സ്നേഹിക്കണമെങ്കിൽ സംസാരം ആവശ്യമില്ല, സ്നേഹിക്കണമെങ്കിൽ മറ്റു പലതും ആവശ്യമില്ല. ലോകത്ത് ഒരു പ്രതിമയും ഒരു പ്രതിച്ഛായയും ഇല്ലാതെ പരകോടി ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരേ ഒരു നേതാവാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? 4 കാരണങ്ങൾ കൊണ്ടാണ് ആരെയും സ്നേഹിക്കുക അല്ലേ? 4 കാരണങ്ങൾ. 1 ജമാൽ. ജമാൽ മീൻസ് നമ്മൾ ക്ലാസ് ഇടപെടി ഭംഗി അല്ലേ? ലോകത്തെ ഏറ്റവും ഭംഗിയുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നുള്ളതിൽ ലോകത്ത് ആർക്കാണ് സംശയമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല ഭംഗിയുള്ള, ഏറ്റവും നല്ല തിളക്കമുള്ള ഒരു പ്രവാചകരാണ്. മാത്രമല്ല സൂര്യനും ചന്ദ്രനും ഒക്കെ അല്ലാഹുവിന്റെ റസൂലിൽ നിന്നാണ് അല്ലാഹു പ്രകാശം കൊടുത്തത്. സൂര്യനും ചന്ദ്രനും മാത്രമാണോ? സർവ്വതിനെയും അല്ലാഹുവിന്റെ റസൂലിൽ നിന്നാണ് അല്ലാഹു തആല പ്രകാശം നൽകിയതെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഭംഗിയുള്ള നേതാവ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ ശരീരങ്ങൾ വളരെ ഭംഗിയുള്ള ശരീരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീര പ്രകൃതി വിശദീകരിക്കുന്ന ധാരാളം കിതാബുകളുണ്ട്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ മഹാന്മാർ രചിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ മഹത്വങ്ങളല്ല, ശരീര പ്രകൃതിയുടെ ഭംഗി മാത്രം. നബി തങ്ങളുടെ ആ ശരീരം കണ്ടാൽ, അവിടുത്തെ കാന്തികമാകുന്ന മുഖം കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. സുബ്ഹാനല്ലാഹ്, വളരെ ആകർഷിക്കപ്പെടുന്ന വളരെ നല്ലൊരു നേതാവാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഭംഗിയുടെ വിഷയത്തിൽ നബിതങ്ങളെക്കാൾ കൂടുതൽ ഭംഗിയുള്ള ഒരാളുമില്ല. ഉണ്ടോ? ഇല്ല. അതല്ലേ നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ മൗലിദ് ചൊല്ലാറുണ്ട്. ചിലരില്ലേ? ചെല്ലാത്തവരൊക്കെ ചെല്ലണം. മൗലിദിന്റെ തുടക്കത്തിൽ നമ്മൾ പറയാറുണ്ട്, സാധാരണ ചൊല്ലാറുണ്ട് വീടുകളിൽ വെച്ച് സലാം വയ്ക്കും അല്ലേ? അസ്സലാമു അലൈക സൈനൽ അംബിയാഇ, അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ, സ്വലാവാതി അലൻ നബി വസ്സലാമി വഹുവ ഖൈറുൽ ആനാമി ബദറു തമാമി. അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള നേതാവേ, അങ്ങേക്ക് സലാം. തുടക്കം തന്നെ അങ്ങ് അമ്പിയാക്കളിൽ പ്രവാചകന്മാരിൽ തിളക്കമുള്ള നേതാവേ, അങ്ങേക്ക് സലാം യാ റസൂലല്ലാഹ്. യൂസുഫ് നബിക്കാണോ ഭംഗി കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പകുതി ഭംഗി അല്ലാഹു ലോകത്ത് മുഴുവൻ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. പകുതി, ലോകത്ത് പകുതി ഭംഗി. ആ പകുതിയാണ് സൂര്യനും ചന്ദ്രനും അതുപോലെ സർവ്വ ജനങ്ങൾക്കും ഉള്ളത്. എന്നാൽ നേരെ പകുതി കൊടുത്തില്ല. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പകുതി യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തു. അതിന്റെ പകുതിയാണ് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു നൽകിയ ഭംഗി, അല്ലാഹു നൽകിയ തിളക്കം, ബ്രൈറ്റ്, അല്ലാഹു നൽകിയ ഗ്ലാമർ. അതെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4-ൽ 1 ഭാഗം എല്ലാവരും കൂടിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ആയിരക്കണക്കായ യുവതികൾ
ആപ്പിൾ മുറിക്കുന്നതിന് പകരം കൈ മുറിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു യുവതിയോ ഒരു യുവാവോ ഒരാൾ കൈയിലെ ഒരു രോമം പോലും പറിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവിടുത്തെ ഭംഗി ഏറ്റവും ആകർഷിക്കപ്പെടുന്ന ഭംഗിയാണെങ്കിലും അല്ലാഹു തആല അത് മുഖേന മറ്റൊരാൾക്ക് ഒരു പ്രശ്നവും കൊടുക്കുന്നില്ല. സയ്യിദന യൂസുഫ് നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പകുതി ഭംഗിയുള്ള അല്ലെങ്കിൽ പകുതി ഭംഗിയുള്ള ഒരു വ്യക്തിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. പക്ഷേ യൂസുഫ് നബിക്ക് മുന്നിൽ യുവതികൾ വളയം ചെയ്തപ്പോൾ ആപ്പിൾ ജ്യൂസിന് പകരം അവർക്ക് ലഭിക്കുന്നത് നല്ല ബ്ലഡ് ജ്യൂസായി എന്ന് പറയേണ്ടി വരും അല്ലേ? കൈ മാത്രമാണോ മുറിച്ചത്? കൈ മുറിച്ചത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല. വിരല് കൊണ്ട് നമ്മൾ ബ്ലേഡ് കൊണ്ട് ചെറുങ്ങനെ കത്തി തൊട്ടാൽ തന്നെ നമ്മൾ പറയും കൈ മുറിഞ്ഞു അല്ലേ? പറയും. എന്നാൽ കുറെ ആൾക്കാരുടെ കൈ മുറിച്ച രൂപം വിശദീകരിക്കുന്നുണ്ട് മഹാന്മാർ. ചില ആളുകളുടെ കൈ തണ്ട് മൊത്തം പോയി, 5 വിരലുകൾ ഉൾപ്പെടെ നമ്മുടെ കൈപ്പട്ട മൊത്തം പോയി, കൈപ്പത്തി മൊത്തം പോയി ചില ആളുകളുടെ. വേറെ ചില ആളുകളുടെ വിരലുകൾ പോയി, വേറെ ചില ആളുകളുടെ കൈകളുടെ ഭാഗം പോയി, വേറെ ചില ആളുകളുടെ നമുക്ക് ബ്ലേഡൊക്കെ തട്ടിയാലുണ്ടാവില്ല ചെറിയൊരു മുറി, അതുപോലെയായി. എന്നിട്ടും അവർ അറിഞ്ഞിട്ടില്ല. പിന്നെ അറിഞ്ഞതപ്പോഴാണ് കുറച്ചു നേരം കഴിഞ്ഞ് വേദന വരുമ്പോ അവരെ കയ്യിലേക്ക് നോക്കുമ്പോ കയ്യിലിതാ ബ്ലഡ്. സുബ്ഹാനല്ലാഹ്, കൈ ഒരു ഭാഗം മൊത്തം മുറിക്കപ്പെട്ടപ്പോ ആ സമയത്തും വേദന അവർക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗിയിൽ ആവാഹിച്ചു പോയി. എന്നാൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയിൽ ആരും ആവാഹിച്ചില്ല. അവിടുത്തെ ഭംഗിയിൽ ആരും ആകൃഷ്ടനായിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഏറ്റവും മുത്തഖിയായ ശറഫുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ എടുത്തുകൊണ്ട് അവിടുത്തെ അനുധാവനം ചെയ്തുകൊണ്ട് നാം നബി തങ്ങളെ സ്നേഹിക്കണം. സ്നേഹിക്കാൻ രണ്ടാമത്തെ മാനദണ്ഡം തിരിച്ച് സ്നേഹം കിട്ടോ ഇല്ലേ എന്നുള്ളതാണ്. തിരിച്ച് സ്നേഹം കിട്ടുമെങ്കിലാണ് സ്നേഹിച്ചിട്ട് കാര്യം. പുതിയ കുട്ടികളൊക്കെ പറയുന്നുണ്ട്, ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി, ബ്രേക്കിന് വെച്ചതാണ്, പിന്നെ എന്നെ തേച്ചിട്ട് പോയതാണ് അല്ലേ? നിങ്ങളെ മക്കളോടൊക്കെ ചോദിച്ചാൽ അറിയാം. പലപ്പോഴും പല കോളേജുകളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളുടെ ഭാഷയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തേച്ചിട്ട് പോയതാണ് കേട്ടിട്ടുണ്ടോ? എന്താ സംഭവം? ഒരു പക്ഷെ ജീവൻ തന്നെ സമർപ്പിച്ചിട്ടുണ്ടാവും മറ്റൊരു ആവശ്യങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോ മറ്റൊരു മതിയാക്കി പോയിട്ടുണ്ടോ? അതാ തേച്ചിട്ട് പോകാനുള്ള ഉദ്ദേശം. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മമാരെ, ഓ മുഅ്മിനാത്തുകളെ, നാം ഒരു സ്നേഹം അവിടത്തേക്ക് നടത്തിയാൽ നമ്മുടെ സ്നേഹം ആത്മാർത്ഥതയുള്ള സ്നേഹമാണോ? ദുനിയാവിൽ ഒരു സ്ഥലത്തും നമുക്ക് പരാജയപ്പെടേണ്ടി വരില്ല. എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ നമ്മളെ കൈപിടിക്കും ദുനിയാവിലും ആഖിറത്തിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് 140 കോടി മുസൽമാന്റെ മാനസ കൊട്ടാരത്തിലെ കിരീടം അണിയാത്ത സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, കിരീടം അണിയാത്ത രാജാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലേ? കേൾക്കാറുണ്ടോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തോടുള്ള മഹബ്ബത്ത് ഖൽബിലുണ്ടോ? ദുനിയാവിൽ പരാജയപ്പെടുകയില്ല, ആഖിറത്തിൽ പരാജയപ്പെടുകയില്ല, പിന്നെ ഒരു സ്ഥലത്തും പരാജയപ്പെടുകയില്ല. എന്താ ഉസ്താദേ, ഞാനിപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ കടം ആര് വീട്ടും? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ പ്രശ്നം അതുകൊണ്ട് തീരുമോ? തീരും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക്കൽ നേതാവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ലോകത്തും റഹ്മത്തുൽ ആലമീനാണ്. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അനുഗ്രഹം. എല്ലാ വിഷയത്തിലും കടം വിട്ടണോ, നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. ഒരു കടക്കാരന്റെ കഥ ഇമാമിയങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, 1000 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. എന്താ അറിയോ? ഒരു കടമായിട്ട് ഒരാൾ വിഷമിച്ചു. അയാളുടെ ഡ്യൂട്ടി എന്താണ്? അയാളുടെ ഡ്യൂട്ടി ചെരുപ്പ് തുന്നുന്ന ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കടക്കാരനായി വിഷമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അദ്ദേഹം സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചു. കടണ്ടായപ്പോൾ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് എന്ത് കാര്യമാണ്? കടം കൊണ്ടാണ് വരണ്ടല്ലേ നോക്കേണ്ടത് എന്ന് പറയുന്ന അബദ്ധ ചരിത്രങ്ങളായി വിശ്വാസമുള്ള ഇസ്ലാം പേര് കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാം. അവരുടെ കാര്യം തൽക്കാലം വേണ്ടി ചെയ്യുന്നില്ല. ബുദ്ധിയുള്ളവരോട് ഞാൻ പറയുന്നു, കടക്കാരനായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒരു സ്വലാത്തിന്റെ രൂപം. എന്താ സ്വലാത്ത് ചെയ്യുന്നത്? അല്ലാഹു തആല നമ്മോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ സ്വലാത്ത് ചെയ്യണം, ഞാനും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചൊല്ലാണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. നബിയെ, അല്ലാഹുവേ നീ തന്നെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഗുണം ചെയ്യണം. നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ചൊല്ലാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ, അല്ലാഹുവേ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ നീ തന്നെ സ്വലാത്ത് ചെയ്യണം. നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ പറയാം നമുക്കാവില്ല, ഇജിനെ ചൊല്ലിക്കാട് അല്ലാഹുവോട് നമ്മൾ പറയാം. അതെന്താണ് അതിന്റെ ഉദ്ദേശം? നമുക്ക് റസൂലുള്ളാഹിന്റെ മഹത്വം അറിയൂല, നബിതങ്ങളുടെ ഗുണവും നബിതങ്ങളുടെ മഹത്വം അറിയുന്നത് നിനക്കാണല്ലോ. അതുകൊണ്ട് നീ വേണ്ടതുപോലെ ഗുണം ചെയ്യണം നബിയെ. എന്തിനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത്? അത് നബിക്ക് എന്തെങ്കിലും കിട്ടാനാണോ? അല്ല, എനിക്ക് കിട്ടാനാണ്, നിങ്ങൾക്ക് കിട്ടാനാണ്, രക്ഷപ്പെടാനാണ് നമ്മൾ. അപ്പോ സ്വലാത്ത് ചൊല്ലുമ്പോൾ കടം കിട്ടാൻ എങ്ങനെയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടം കിട്ടണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മനസ്സറിയുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് നബി തങ്ങൾ വഴിയെടുക്കുന്നു. 1000 കൊല്ലം മുമ്പ് ഒരു വ്യക്തി കടം വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് പതിവാക്കുന്നു. ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിക്കുന്നു. രണ്ടാമത്തെ ദിവസം 1500 സ്വലാത്ത് ചൊല്ലുന്നു. മൂന്നാമത്തെ ദിവസം 2000 സ്വലാത്ത് ചൊല്ലുന്നു. നാലാമത്തെ ദിവസം 3000, അങ്ങനെ 4000, 5000 അങ്ങനെ ദിവസങ്ങൾ കൂടുമ്പോൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ അതാ 10 ദിവസത്തിനുള്ളിൽ ആ വ്യക്തി ഒരു ദിവസം ചൊല്ലി തീർക്കുന്ന സ്വലാത്തിന്റെ എണ്ണം 10000-ഓളം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വല്ലാത്ത വിടലാണ്. 10000 സ്വലാത്തൊക്കെ ചെല്ലാൻ കഴിയുമോ കഴിയില്ല എന്നുള്ളതിന് ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞ, നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഇല്ലേ? ഇല്ലാത്തവരുണ്ടോ? ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്? ഒരു ദിവസം നമുക്ക് ഉണ്ടാകുന്ന ഒരു 50 ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് മുഴുവൻ നോക്കാനും അവരെ മുഴുവൻ പ്രതികരിക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടുന്നത്. എത്ര മെസ്സേജ് അയക്കാൻ കഴിയുന്നത് അല്ലേ? നമ്മളത് ലയിച്ചു പോയപ്പോൾ ഒരുപാട് സമയം നമുക്കത് കിട്ടാണ്. അങ്ങനെ സ്വലാത്തിൽ ലയിച്ചപ്പോൾ അല്ലാഹു ബറക്കത്ത് കൊടുത്ത് അവർക്ക് സമയം ലാഭം കിട്ടുകയാണ്. സ്വലാത്തിന്റെ പവിത്രതയാണ്, സ്വലാത്തുകൾ ചൊല്ലുകയാണ്. അങ്ങനെ ഈ 10 ദിവസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി അല്ലാഹുവിന്റെ റസൂലിന്റെ ദർബാറിലേക്ക്
വരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട റൗളാ ശരീഫിന്റെ അടുത്ത് അവിടുത്തെ പച്ചക്കുപ്പയുടെ താഴെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു പാപിയാണ് അല്ലാഹുവിന്റെ റസൂലേ, നബിയേ ഞാനൊരു ദോഷിയാണ് റസൂലേ, നബിയേ എനിക്കൊന്നും അറിയില്ല ഹബീബേ, അല്ലാഹുവിന്റെ ദൂതരായ അങ്ങ് എന്നെ രക്ഷപ്പെടുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞത് ശിർക്കല്ലേ എന്ന് നമ്മളോട് ചോദിക്കുന്നവരുണ്ടാവല്ലേ?